ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? മഴക്കാലത്തുണ്ടാവുന്ന പതിവ് കാഴ്ചകളിൽ ഒന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റും മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ മരച്ചില്ല ഒടിഞ്ഞു വീഴുക, അതല്ലെങ്കിൽ വാഴ മറിഞ്ഞു വീഴുക, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ. ആകെ പൊന്നിപ്പൊരുത്തി വെച്ച 2-3 വാഴ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരെണ്ണം എന്താ ഇതേപോലെ കൊലച്ചപ്പോൾ തന്നെ മറിഞ്ഞു വീണപ്പോൾ ചില്ലറ സങ്കടമൊന്നുമല്ലായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. എന്നാൽ ഇത് കറക്റ്റ് സമയത്ത് തന്നെ ഒടിഞ്ഞു വീണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലോൺ ഏരിയയുടെ ഒരു സൈഡിലെ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ് ആണ്, ഒരു സൈഡിലെ വെരിഗേറ്റഡ് ഹെലിക്കോണിയ ആണ് കേട്ടോ. ഇതിനകത്ത് വെരിഗേറ്റഡ് ഹെലിക്കോണിയയിൽ കാണുമ്പോൾ വലിയായിട്ടൊന്നും തോന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലോണം കുറച്ച് ഇലകളൊക്കെ ചീഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്നങ്ങോട്ട് ക്ലീൻ ചെയ്യാം, ഭാഗ്യത്തിന് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് കിട്ടും. ഒറ്റയായിട്ടൊക്കെ നിൽക്കുമ്പോൾ തണ്ടിന് അത്ര സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു മറിഞ്ഞൊക്കെ വീഴും കേട്ടോ. ഇതിപ്പം പതുക്കെ തിക്കായി വരുന്നേ ഉള്ളൂ. നമ്മൾ താഴെ പെബിൾസ് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് സ്ലോ ആണ്, എന്നാലും വരുന്നുണ്ട് കേട്ടോ മുളയൊക്കെ. പിന്നെ നമ്മുടെ ടെറസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച ഡ്രാഗൺ പ്ലാന്റ് ഉണ്ടല്ലോ, അതിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. 2 ബ്രാഞ്ച് അതേപോലെ ആ വാളിലേക്ക് ചുറ്റി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വളമൊക്കെ ചെയ്യണം, എന്നാലായിരിക്കും അത് നന്നായി വരിക. നമുക്ക് ധൃതിയൊന്നുമില്ല, പതുക്കെ വളർന്നു വരട്ടെ അല്ലേ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തത് നമ്മുടെ മൈക്രോ ഗ്രീൻസ് എന്നൊക്കെ പറയുന്ന പോലെ പയറാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ജസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയർ ചുമ്മാ ഇങ്ങനെ മണ്ണിൽ ഒരു പിടി ഇങ്ങനെ കൊണ്ടിടും. അപ്പോൾ അതിങ്ങനെ വളർന്നു വരുമ്പോൾ ഈ പ്രായമാകുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മേലിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മോർണിംഗ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.